ഈ നല്ല ചൂട് സമയത്തും ദഹനത്തിനും പറ്റിയ നല്ലൊരു കറിയാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. 2 തക്കാളി ഉണ്ടെങ്കിൽ തേങ്ങയൊന്നും അരയ്ക്കാത്തതായി ഒരു കറി തയ്യാറാക്കാം. എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു കറി സാധാരണ മോരുകറിയാണ്. പതിവിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ തക്കാളി മോരുകറി തയ്യാറാക്കി നോക്കൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ഉടനെ തന്നെ തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഒരല്പം ഉലുവ ചേർക്കുക. കൂടെ തന്നെ 1/2 സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർക്കുക. പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതും അതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം ചെറുതായിട്ട്, അതായത് കനം കുറഞ്ഞരിഞ്ഞ് ചെറുള്ളി ചേർക്കുക. ചെറുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സവാളയേക്കാൾ കൂടുതൽ നല്ലത് ചെറുള്ളിയാണ്. ഇനി ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ചെറുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഉള്ളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ ചേർക്കാനുണ്ട്. പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലോട്ട് പൊടി ചേർക്കാം. തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. 1/2 സ്പൂൺ അടുത്തായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ഒരു 5 സെക്കൻഡ് മാത്രം മതിയാകും. പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അത്രയും മതിയാകും മൂത്ത് വരാനായിട്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് 2 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. പുളി കുറവുള്ള തക്കാളി എടുക്കാൻ നോക്കുക. 2 ചെറിയ പച്ചമുളക് കൂടി ചേർക്കുക. കൂടെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത കാരണം തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല. ചെറു തീയിലിട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ചാലും മതി. ഇനി ഒത്തിരി നേരം ഒന്നും ഇതിന് വേണ്ട, ഒന്ന് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ തന്നെ ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് വാടിക്കിട്ടും. അത്രയും മതിയാകും. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി കുഴയാതെ വേണം തക്കാളി എടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തീയെ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊഴിക്കാം. ഒഴിക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് പിരിഞ്ഞു പോകരുത്. തീ കുറച്ച് തന്നെ ഇടുക. ഞാനിവിടെ തൈര് വെള്ളം ചേർക്കാതാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഒരു 20 സെക്കൻഡൊക്കെ മാത്രം മതിയാകും. ചെറുതായിട്ട് തൈര് ചൂടായാൽ മാത്രം മതി. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിക്ക് നല്ല ചൂടുണ്ട് താനും. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. ഈ കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കി കറി വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുക. പച്ചവെള്ളം ചേർക്കരുത്. തിളപ്പിച്ച് ആറിച്ച വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് എത്രയും ലൂസാക്കണോ അത്രയും ലൂസാക്കി എടുക്കാം. എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് ലൂസാക്കി കറി എടുക്കരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ ഈ കറി എടുക്കുക. ചെറുതായിട്ടൊന്ന് തൈര് ചൂടായപ്പോഴത്തേന് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓഫായതിന് ശേഷവും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളിപ്പ് കൂടുതലാണെങ്കിൽ ഓവൽ ഷേപ്പിലെ ബാംഗ്ലൂർ തക്കാളി എന്നൊക്കെ പറഞ്ഞ് പുളിപ്പ് കുറവുള്ളത് കിട്ടില്ലേ, അത് ചേർക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ പുളിപ്പിനനുസരിച്ച് പുളി കൂടുതലും കുറവായിട്ടുള്ള തക്കാളി മിക്സ് ചെയ്ത് ചേർക്കുക. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയതും ദഹനത്തിനും ഈ ചൂട് സമയത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. എപ്പോഴും ഒരേപോലെ മോരുകറി ഉണ്ടാക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.